എല്ലാവർക്കും വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൊറാലിറ്റി എന്താണ് എന്നുള്ളതിനെപ്പറ്റിയും മോറൽ റിയലിസം എന്താണ് എന്നുള്ളതിനെപ്പറ്റിയും മോറൽ റിയലിസ്റ്റ് വ്യൂസ് പലതരത്തിലുള്ള മോറൽ റിയലിസ്റ്റ് വ്യൂസിനെ പറ്റിയും ഒക്കെ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞുപോയി. സ്റ്റാൻസ് ഇൻഡിപെൻഡൻസ് എന്താണ് എന്ന് നോക്കി, സ്റ്റാൻസ് ഡിപ്പെൻഡൻസ് എന്താണെന്ന് നോക്കി, അങ്ങനെയുള്ള പല കീ ടേംസും മനസ്സിലാക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോറൽ റിയലിസത്തിനെതിരെയുള്ള വ്യൂ ആണ്, മോറൽ ആൻറ്റി റിയലിസം. അപ്പോൾ ഇതൊരു മെറ്റാ എത്തിക്കൽ പൊസിഷനാണ്, ഒരു മെറ്റാ എത്തിക്കൽ തിയറിയാണ്. അപ്പം മോറൽ ആൻറ്റി റിയലിസം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മോറൽ റിയലിസത്തിൽ ആളുകൾ എടുക്കുന്ന രണ്ട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിനെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ രണ്ട് ക്ലെയിംസിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ആൻറ്റി റിയലിസത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോറൽ ആൻറ്റി റിയലിസ്റ്റുകളെ നമുക്ക് ബ്രോഡായിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. മെയിൻ കാറ്റഗറീസ് നോൺ കോഗ്നിറ്റിവിസ്റ്റുകളും കോഗ്നിറ്റിവിസ്റ്റുകളും. നമുക്ക് കോഗ്നിറ്റിവിസം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ കോഗ്നിറ്റിവിസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ കോണ്ടെക്സ്റ്റിൽ മോറൽ ആയിട്ടുള്ള മോറൽ അട്ടറൻസസ്, മർഡർ ഈസ് റോങ് അല്ലെങ്കിൽ റേപ്പ് ഈസ് റോങ് എന്നൊക്കെ പറയുന്ന അട്ടറൻസസ് പോയിൻ്റ് ചെയ്യുന്നത് ട്രൂത്ത് വാല്യൂ ഉള്ള ബിലീഫുകളിലേക്കാണ്, അല്ലെങ്കിൽ ട്രൂ ഓഫ് ഓൾസോ ആകാൻ പറ്റുന്ന ബിലീഫുകളിലേക്കാണ് എന്നുള്ളതാണ് കോഗ്നിറ്റിവിസത്തിൽ പറയുന്നത്. അപ്പം മോറൽ റിയലിസത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആദ്യത്തെ ക്ലെയിം മോറൽ അട്ടറൻസസ് സ്റ്റാൻസ് ഇൻഡിപെൻഡൻറ്റ് മോറൽ ഫാക്റ്റുകളിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ക്ലെയിമിനെ സപ്പോർട്ട് ചെയ്യുകയാണ് കോഗ്നിറ്റിവിസ്റ്റുകൾ ചെയ്യുന്നത്. കാരണം സ്റ്റാൻസ് ഇൻഡിപെൻഡൻറ്റ് മോറൽ ഫാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത് ട്രൂ ഓഫ് ഓൾസോ ആകാൻ പറ്റുന്ന ട്രൂത്ത് വാല്യൂ ഉള്ള ബിലീഫുകളാണ്. കോഗ്നിറ്റിവിസത്തിലെ ഒരു മെയിൻ തിയറിയാണ് എറർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എറർ തിയറി എന്താണ് പറയുന്നത് വെച്ചാൽ, ഒബ്വിയസ്ലി ഞാൻ ഈ പറഞ്ഞ ആൻറ്റി റിയലിസ്റ്റുകളുടെ ആദ്യത്തെ ക്ലെയിം അവർ അംഗീകരിക്കുന്നു, പക്ഷേ രണ്ടാമത്തെ ക്ലെയിം അവർ റിജക്റ്റ് ചെയ്യുന്നു. അതായത് സ്റ്റാൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മോറൽ ഫാക്റ്റുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ക്ലെയിം അവർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, മോറൽ അട്ടറൻസസ് നടത്തുന്നവർ ഒരു എററാണ് കമ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു തെറ്റാണ് കമ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടി വരും. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ബോട്ടിലാണ് എന്ന് പറയുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാകണമെങ്കിൽ അതിനൊരു രണ്ട് കാര്യങ്ങൾ ശരിയാകണം. ഈ ഇരിക്കുന്ന ബോട്ടിലാണ് എന്ന് ഞാൻ പറയുന്ന സമയത്ത് ബോട്ടിൽ എന്ന് പറഞ്ഞ് നമുക്കെല്ലാവർക്കും യൂഷ്വലി അറിയാവുന്ന ആ ഒരു വസ്തുവിലേക്കായിരിക്കണം ഞാൻ പോയിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ വെറുതെ എൻ്റെ കണ്ണിൽ കാണുന്ന വേറെ ഒരു സാധനത്തെ എടുത്തിട്ട് അതിനെ ബോട്ടിൽ എന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇനി മുതൽ എന്നെ സംബന്ധിച്ച് അതാണ് ബോട്ടിൽ എന്ന് അങ്ങ് തീരുമാനിക്കുകയാണെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് ബോട്ടിലാണ് എന്നൊരു ഗ്ലാസിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് ഒരു ഗിബറിഷായി മാറും, അല്ലെങ്കിൽ അതൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ബോട്ടിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോൺസെപ്റ്റിനെ ആയിരിക്കണം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ട്, എൻ്റെ മുമ്പിൽ ആക്ച്വലി അങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടാവണം. ഈ രണ്ട് കണ്ടീഷൻസ് മീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കറക്റ്റായി. അപ്പോൾ എറർ തിയറി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ടും നമുക്ക് എല്ലാവർക്കും ബോട്ടിലാണ് എന്നറിയാവുന്നൊരു കോൺസെപ്റ്റ്, അങ്ങനെ ഒരു വസ്തു അവിടെ ഉണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അംഗീകരിക്കുന്നു. പക്ഷേ ആക്ച്വലി അങ്ങനെ ഒരു ബോട്ടിൽ അവിടെ ഇല്ല, എൻ്റെ മുന്നിലില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എററാണ് എന്നുള്ളതാണ് എറർ തിയറി പറയുന്നത്. ഓൺലി ഡിഫറൻസ് ഈസ് മോറൽ എറർ തിയറി ഇത് പറയുന്നത് ഒരു മോറൽ റൈമിലാണ് അല്ലെങ്കിൽ മോറൽ ഫാക്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ച എക്സാമ്പിൾ ഒരു എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ബോട്ടിലിനെ കുറിച്ച് മാത്രമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ എറർ തിയറി എന്താണ് എന്നുള്ളത് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നേരെ തിരിച്ച് നോൺ കോഗ്നിറ്റിവിസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, നോൺ കോഗ്നിറ്റിവിസ്റ്റുകൾ ഈ മോറൽ റിയലിസത്തിൻ്റെ ആദ്യത്തെ ആ ഒരു ക്ലെയിമിനെ തന്നെ അങ്ങ് റിജക്റ്റ് ചെയ്യുകയാണ്. അവർ പറയുന്നത് മോറൽ അട്ടറൻസസ് എന്നുള്ളത് ട്രൂത്ത് വാല്യൂ ഉള്ള ബിലീഫുകളിലേക്ക് പോയിൻ്റ് ചെയ്യുന്നതല്ല എന്നാണ് പറയുന്നത്. ട്രൂ ഓഫ് ഓൾസോ ആകാൻ പറ്റുന്ന ബിലീഫുകളിലേക്ക് പോയിൻ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ നോൺ കോഗ്നിറ്റിവിസ്റ്റ് വ്യൂസ് പലതുണ്ട്. എക്സ്പ്രസിവിസം എന്ന് പറയുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോൺ കോഗ്നിറ്റിവിസ്റ്റ് വ്യൂ ആണ്. അതിൻ്റെ ഒരു പ്രീവിയസ് ഫോമായിട്ടുള്ള ഒരു ഇനിഷ്യൽ ഫോമായിട്ടുള്ള ഇമോട്ടിവിസം എന്ന് പറയുന്ന വ്യൂ ഉണ്ട്. പിന്നെ പ്രിസ്ക്രിപ്റ്റിവിസം എന്ന് പറയുന്ന ഒരു സബ് വ്യൂ ഉണ്ട് എക്സ്പ്രസിവിസത്തിൻ്റെ. പിന്നെ ക്വാസി റിയലിസം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഒരു റിയലിസത്തിൻ്റെയും ഈ പറഞ്ഞ പോലെ ആൻറ്റി റിയലിസത്തിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഒന്നാണ്. പിന്നെ സെമി കോഗ്നിറ്റിവിസം ഉണ്ട്. അങ്ങനെ പല നോൺ കോഗ്നിറ്റിവിസ്റ്റ് വ്യൂസ് ഉണ്ട്. ഈ എക്സ്പ്രസിവിസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മോറൽ അട്ടറൻസസ് നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ചില മെൻ്റൽ സ്റ്റേറ്റ്സിനെ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നമ്മളുടെ ഇമോഷൻസ് ആകാം, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ് ആകാം, തീരുമാനങ്ങളോ നമ്മളുടെ പ്ലാൻസോ ആകാം. അങ്ങനെയുള്ള പല കാര്യങ്ങളെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. ആൻഡ് ആ എക്സ്പ്രഷനാണ് മോറൽ അട്ടറൻസസ് എന്നുള്ളതാണ് പറയുന്നത്.
അതായത് മേർഡർ ഈസ് റോങ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസ് ഈസ് ഈക്വലൻ ടു, അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോസിഷൻ ഈസ് ഈക്വലൻ ടു നമ്മളുടെ ആ എക്സ്പ്രഷൻ ഓഫ് നമ്മളുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ്. ഇപ്പോൾ ഇമോട്ടിവിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇമോട്ടിവിസം എന്ന് പറഞ്ഞാൽ പറയുന്നത് നമ്മളുടെ മോറൽ അട്ടറൻസസ് നമ്മളുടെ ഇമോഷൻസിൻ്റെ എക്സ്പ്രഷൻസ് ആണ് എന്നുള്ളതാണ്. ഞാൻ കുറേ കാലം ഒരു ഇമോട്ടിവിസ്റ്റ് ആയിരുന്ന ഒരാളാണ്. അതിനുശേഷം ഞാൻ എറർ തിയറി ശരിയാണ് എന്ന് വിചാരിച്ചിരുന്നു കുറച്ച് നാൾ. ഇപ്പം ഞാൻ ഈ രണ്ട് വ്യൂസും അല്ല പ്രോപ്പറായിട്ട്, വേറെ വ്യൂ ആണ്, അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇമോട്ടിവിസത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ മേർഡർ ഈസ് റോങ് എന്ന് പറയുന്നതും ബൂ മേർഡർ എന്ന് പറയുന്നതും ഇക്വലൻ്റ് ആണ് എന്നുള്ളതാണ് ഇമോട്ടിവിസം പറയുന്നത്. ഇപ്പോൾ ബൂ മേർഡർ, ബൂ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ഒരു യൂസേജാണ്. അതിനെ ഞാനൊന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂ മേർഡർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് കൂകി വിളിക്കുക, ഒരു ആക്ടിനെ കൂകി വിളിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഒരു ഡിസപ്രൂവലിൻ്റെയും നമ്മളൊരു കണ്ടംപ്റ്റിൻ്റെയൊക്കെ ഒരു എക്സ്പ്രഷനാണ് കൂ എന്ന് പറഞ്ഞ് കൂവുക. അപ്പോൾ മേർഡർ ഈസ് റോങ് എന്ന് പറയുന്നതും കൂ മേർഡർ എന്ന് പറയുന്നതും ഡിഫറെൻറ്റ് വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നത് സെയിം കാര്യമാണ് സെമാൻറ്റിക്കലി. അതായത് കൂ മേർഡർ എന്ന് പറയുന്നതും മേർഡർ ഈസ് റോങ് എന്ന് പറയുന്നതും ഇക്വലൻ്റ് ആണ് എന്നുള്ളതാണ് ഇമോട്ടിവിസം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൂ മേർഡർ എന്ന് പറഞ്ഞ ഒരാൾ കൂവെന്ന് വെച്ചോ, മേർഡർ കൂ എന്ന് പറയുകയാണെങ്കിൽ ഈ മേർഡർ കൂ എന്ന് പറയുന്ന കാര്യത്തിന് ഒരിക്കലും ശരിയോ തെറ്റോ ആകാൻ പറ്റില്ല. മേർഡർ കൂ ശരിയാണോ എന്ന് നമുക്ക് ചോദിക്കുന്നതിന് അർത്ഥമില്ലാത്തൊരു കാര്യമാണ്, അതൊരു ജിബറിഷാണ്. പിന്നെ പ്രിസ്ക്രിപ്റ്റീവ്സം പറയുന്നത് നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻസ് ആണ് മോറൽ അട്ടറൻസസ് എന്നുള്ളത്. അതായത് ടോർച്ചറിങ് ബേബീസ് ഫോർ ഫൺ ഈസ് റോങ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങളാരും ബേബീസിനെ ടോർച്ചർ ചെയ്യരുത് എന്ന് പറയുന്നൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കലാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻസ് ഒരിക്കലും ട്രൂ ഫോൾസ് ആകാൻ പറ്റില്ല. എടാ അത് ചെയ്യരുത് എന്ന് പറയുന്നൊരു പ്രിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന പ്രിസ്ക്രിപ്ഷൻ, ആ ഒരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന് യാതൊരു വാല്യൂ ഇല്ല, അതിന് ട്രൂത്ത് വാല്യൂ ഇല്ല. അതൊരു ആഹ്വാനമോ ഒരു പ്രിസ്ക്രിപ്ഷനോ ഒക്കെ ആയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു നോൺ കോഗ്നിറ്റിവിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നോൺ കോഗ്നിറ്റിവിസ്റ്റ് വ്യൂസിനെതിരെ ഉള്ള ഒരു മെയിൻ ആർഗ്യുമെൻ്റാണ് ഫ്രെഗർ ഗീച്ച് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. ശരി, അപ്പോൾ ഇതൊക്കെയാണ് നോൺ കോഗ്നിറ്റിവിസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ മെറ്റാ എത്തിക്സ് ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു എന്ന് പറയാം. ഒരു ബേസിക് ഐഡിയ, ഒരു വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ നോർമേറ്റീവ് എത്തിക്കൽ തിയറീസിനെ കുറിച്ചാണ്. കോൺസിക്വൻഷ്യൽസും ഡിയോണ്ടോളജിയും വിർച്വു എത്തിക്സും. ഇതിൽ വിർച്വു എത്തിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിനകത്ത് അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. ഡിയോണ്ടോളജിയും കോൺസിക്വൻഷ്യൽസും ആണ് മെയിനായിട്ടും ഡീൽ ചെയ്യാൻ പോകുന്നത്.